ജെസിസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, 40ഓളം വിദേശ പഴങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിൽ രോഗാവസ്ഥയെ ആരോഗ്യത്തിലേക്ക് മാറ്റാൻ ഏറ്റവും മികച്ച പഴം ഡ്രാഗൺ ഫ്രൂട്ടാണെന്ന് മനസ്സിലായി. ഇത് സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന 12 മാറ്റങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അകവശം വെള്ള നിറത്തിലുള്ള ഫ്രൂട്ടാണോ പിങ്ക് നിറത്തിലുള്ള ഫ്രൂട്ടാണോ നല്ലതെന്ന് ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ വർഷത്തെ സീസൺ കഴിയാറായി വരുന്നു. സ്ഥിരമായി ഉപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ ഡ്രൈ ഫ്രൂട്ട് വാങ്ങാൻ വിപണിയിൽ കിട്ടും. അതുപോലെ പ്രിസർവേറ്റീവ്സും കളറും ചേർക്കാതെ റെഡ് ഡ്രാഗൺ ഫ്രൂട്ട്, പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇവ ജാം ഉണ്ടാക്കി നമുക്ക് സുഖമായിട്ട് ഒരു 3 മാസം വരെ ഉപയോഗിക്കാം. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ ജെസിസ് വേൾഡിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രാവിലെയും വൈകിട്ടും ഓരോ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് കുടിച്ചാൽ ദിവസം മുഴുവനും നമുക്ക് ഉന്മേഷം നിലനിർത്താം. ഇത് പാലും പഴവും പഞ്ചസാരയും നട്ട്സും ചേർത്ത് ഉണ്ടാക്കിയ ഡ്രാഗൺ ഫ്രൂട്ട് ഷെയ്ക്കാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇതൊരു ഗ്ലാസ് കുടിക്കാൻ കൊടുത്താൽ എല്ലാ ക്ഷീണവും മാറും. ഇത് ഇസ്രായേൽ യെല്ലോ വിഭാഗത്തിലെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഹാൻഡ് പോളിനേഷൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിപ്പം കിട്ടിയത്. ഇത് ഗോഡ്സില ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് അകവശം വെള്ള നിറത്തിലുള്ള ജെയിൻ ഗോൾഡ് വിഭാഗമാണ്. ഇത് ശ്രീലങ്കൻ റെഡ് ഡ്രാഗൺ ഫ്രൂട്ടാണ്. സിയാം റെഡാണ് ഈ ഫ്രൂട്ട്. മധുരം നല്ല കൂടുതലുള്ള കൺട്രി റോഡ് വിഭാഗത്തിലെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് വലിപ്പം ഇത്രേ കാണത്തുള്ളൂ. മൊറോക്കൻ റെഡ് വിഭാഗത്തിലെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതാണ് മലേഷ്യൻ റോയൽ റെഡ്. ഇതിൻ്റെ പഴം ഒരു 950 ഗ്രാം വരെ ഇവിടെ പിടിച്ചിട്ടുണ്ട്. വ്യാവസായികമായി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായ പഴമാണ് മലേഷ്യൻ റോയൽ റെഡ്. അത് മാത്രവുമല്ല, ഈ കൃഷിയിൽ രോഗപ്രതിരോധ ശേഷി ചെടികൾക്ക് പൊതുവെ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അകവശം വെള്ള നിറത്തിലുള്ള പഴം കഴിക്കുന്നതാണ് നല്ലത്. ഇതിൽ പഞ്ചസാരയുടെ കണ്ടൻറ്റ് കുറവായിരിക്കും. പിങ്ക് നിറത്തിലുള്ള മലേഷ്യൻ റോയൽ റെഡ് വിഭാഗത്തിലെ പഴമാണിത്. ഇതിൽ ആന്തോസയാനിൻ, വൈറ്റമിൻ സി, അതുപോലെ കരോട്ടിൻ, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളമുണ്ട്. ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കി നമ്മുടെ ശരീരകോശങ്ങളിലെ കേടുപാടുകൾ പരിഹരിക്കാനും ക്യാൻസർ പ്രതിരോധിക്കാനും സന്ധിവീക്കമൊക്കെ കുറയ്ക്കാനും ഏറ്റവും നല്ലത് ഈ വിഭാഗത്തിലെ പിങ്ക് നിറത്തിലുള്ള മലേഷ്യൻ റോയൽ റെഡ് വിഭാഗത്തിലെ പഴമാണ്. വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഡ്രാഗൺ ഫ്രൂട്ടിൽ വളരെ കൂടുതലാണ്. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടും. സ്ഥിരമായി ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്ന ഡയബറ്റിക് രോഗികൾക്ക് പ്രമേഹം കുറയുന്നതോടൊപ്പം ഹൃദയം, കിഡ്നി ഇവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതായും പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഡ്രാഗൺ ഫ്രൂട്ടിൽ വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നുണ്ട്. ഭക്ഷണത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് സ്ഥിരമായി ഉൾപ്പെടുത്തിയാൽ അഴകും ആരോഗ്യവുമുള്ള മുടിയുണ്ടാകും. കൊളസ്ട്രോൾ കുറവും ഫൈബർ കൂടുതലുമുള്ള പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. സ്ഥിരമായി ഇത് ഉപയോഗിച്ചാൽ ദഹനം സുഗമമാകും. അതോടെ മലബന്ധം മാറും, ശരീരത്തിൻ്റെ ഭാരവും കുറയും.
കോശങ്ങളുടെ കേടുപാടുകൾ മാറ്റാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലത് പിങ്ക്, റെഡ് പഴങ്ങളാണ്. ത്വക്കിലെ ചുളിവും പ്രായാധിക്യവും കുറച്ച് മൃദുലമായ ചർമ്മകാന്തി നിലനിർത്താൻ എന്നും ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കൂ. ഇതിൽ ഡ്രാഗൺ ഫ്രൂട്ട് പേസ്റ്റാക്കി മുഖത്ത് തേച്ചാൽ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാം. നമ്മുടെ എല്ലുകളും പല്ലുകളും ബലമുള്ളതാക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതിലെ ഫോസ്ഫറസ്, കാൽഷ്യം, വൈറ്റമിൻ ഡിയും ഒക്കെ സഹായിക്കുന്നുണ്ട്. പിങ്ക് ഫ്രൂട്ടിലെ ബീറ്റ കരോട്ടിൻ കാഴ്ചശക്തി കൂട്ടുകയും കണ്ണുകൾ നല്ല ആകർഷകമാക്കുകയും ചെയ്യും. ബിപിയും പ്രമേഹവും ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ പഴമാണ് അകത്ത് വെള്ള നിറമുള്ള പഴം. ഡ്രാഗൺ ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം ശരീരത്തിലെ ജലാംശം ബാലൻസ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിലെ രക്തസഞ്ചാരം സുഗമമാക്കി ഹൃദയത്തിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ എന്നും ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കും. ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടിൽ നന്നായി പിടിക്കുന്ന ഒരു പഴമാണിത്. സ്ഥിരമായി വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് 1-2 ചെടികൾ വെച്ച് പിടിപ്പിച്ചാൽ മതിയാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.